Hey guys, it's me Ashwati and welcome back to our channel Mentor Tales. സോ 6th സെമസ്റ്റർ BA ഇംഗ്ലീഷിലെ ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലത്തെ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ ഇസ് റിമെമ്പർ മീ ബൈ ആലീസ് വാക്കർ. സോ ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. റിമെമ്പർ മീ ബൈ ആലീസ് വാക്കർ, ഈ ഒരു പോം എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഹീലിംഗ് ഓഫ് എ ബ്ലാക്ക് വുമൺ. ഓക്കെ, ഒരു ബ്ലാക്ക് വുമൻ്റെ ഹീലിംഗ് ആണ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഒരു ബ്ലാക്ക് വുമൺ എന്ന് പറയുമ്പോൾ അവർ രണ്ട് രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് അവർ ബ്ലാക്ക് ആയതുകൊണ്ടും ഒന്ന് അവർ വുമൺ ആയതുകൊണ്ടും. ഓക്കെ, സോ ഡബിൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ബ്ലാക്ക് വുമൺ എന്ന് പറയുന്നത്. ഈ ഒരു പോം എടുത്തിട്ടുള്ളത് ഹോഴ്സസ് മേക്ക് എ ലാൻഡ്സ്കേപ്പ് ലുക്ക് മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു കളക്ഷനിൽ നിന്നാണ്. അപ്പോൾ ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഫൗണ്ട് ഇൻ ദ ടൈറ്റിൽ റിമെമ്പർ മീ? റിമെമ്പർ മീ എന്നുള്ള ഈ ഒരു ടൈറ്റിലിൽ കാണുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്നാണ്. സോ ഇതൊരു റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു ആൻസർ വേണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ റിമെമ്പർ മീ, എന്നെ ഓർക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം, അതിനൊരു ഉത്തരം വേണ്ട. അപ്പോൾ ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ഐ ആം ദ ഗേൾ വിത്ത് ദ വൂണ്ടഡ് ഐ ആൻഡ് ദ മെൽറ്റഡ് ഇയർ. സോ ഇതെന്താണെന്ന് വെച്ചാൽ ആലീസ് വാക്കറിൻ്റെ ചൈൽഡ്ഹുഡത്തെ ഒരു ഇൻസിഡൻ്റ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ആലീസ് വാക്കർ 8 വയസ്സാവുമ്പോൾ അവരുടെ ബ്രദർ എന്ത് ചെയ്തു, അവരുടെ കണ്ണിൽ മിസ്റ്റേക്കൺലി ഷോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷീ വാസ് മിസ്റ്റേക്കൺലി ഷോട്ട് ഇൻ ഹർ ഐ ബൈ ഹർ ബ്രദർ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു കണ്ണ് ബ്ലൈൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് വൂണ്ടഡ് ഐ എന്നുള്ള ഒരു റെഫറൻസിൽ പറയുന്നത്. ആൻഡ് മെൽറ്റഡ് ഇയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെൽറ്റഡ് ഇയർ വാക്സ് അവരുടെ ചെവിയിൽ നിന്ന് ഒഴുകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് ഇവിടുത്തെ ഈ ഒരു ഇതിൽ പറയുന്നത്. സോ വൂണ്ടഡ് ഐ എന്ന് പറയുന്നത് ബ്രദർ മിസ്റ്റേക്കൺലി ഷോട്ട് ഹർ ഇൻ ദ ഐ ആൻഡ് ഷി ബിക്കെയിം ബ്ലൈൻഡ്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ മെൽറ്റഡ് ഇയർ എന്ന് പറയുന്നത് മെൽറ്റഡ് ഇയർ വാക്സ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻ ബൈ ദ ഫ്രേസ് ദ ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ ഇൻ ദ പോം? ദ ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കണത്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഒന്നൊരു സർക്കാസം, അതായത് ബ്ലാക്ക് സ്കിന്ന് കാരണം ഇവർക്ക് ഒരുപാട് കളിയാക്കലുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഭയങ്കര ബ്ലെസ്ഡ് ആണ് എന്നുള്ളത് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതായിട്ട് നമുക്ക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം, ദാറ്റ് ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹർ ഡാർക്ക് സ്കിൻ. അവരുടെ ഡാർക്ക് സ്കിന്നിൽ അവർ ഭയങ്കര പ്രൗഡാണ്, അവർ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ബ്ലാക്സിൻ്റെ ഇടയിൽ അവർ പറയുന്നത് ബ്ലാക്ക് ഇസ് ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു കാര്യമാണ്. സോ ഒന്നില്ലെങ്കിൽ അതൊരു സർക്കാസം ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവർ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് കമൻറ്റ് ഓൺ ദ എൻഡിങ് ഓഫ് റിമെമ്പർ മീ. റിമെമ്പർ മീ എന്നുള്ള പോമിൻ്റെ എൻഡിങ്ങിൽ എന്താ പറയുന്നതെന്നാണ്. സോ എൻഡിങ്ങിൽ ഇവരെന്താ പറയുന്നത്, ഒരു ട്വിൻ ഫ്ലവർ കൺസെപ്റ്റാണ് പറയുന്നത്. അതായത് ജസ്റ്റിസ് ആൻഡ് ഹോപ്പ്. ഇതെന്താണ്, ഈ ജസ്റ്റിസും ഹോപ്പും എന്ന് പറയുന്നത് രണ്ട് ഫ്ലവേഴ്സാണ്. ആൻഡ് ഇവരുടെ റൂട്ട്സ് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർവൈൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റിസ് ഇല്ലാതെ ഹോപ്പും ഉണ്ടാവില്ല, ഹോപ്പ് ഇല്ലാതെ ജസ്റ്റിസും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ് ഇതിൻ്റെ എൻഡിങ്ങിൽ പറയുന്നത്. ആൻഡ് ലെറ്റസ് ബിഗിൻ എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റസ് ബിഗിൻ എന്ന് പറയുന്നത് പോയിട്ട് എന്താ പറയണതെന്ന് വെച്ചാൽ റൈറ്റ്സ് ഓഫ് ദ ബ്ലാക്സിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതാണ് കമൻറ്റ് ഓൺ ദ എൻഡിങ് ഓഫ് റിമെമ്പർ മീൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ദ റെഫറൻസസ് ടു ദ കളക്റ്റീവ് എക്സ്പീരിയൻസസ് ഓഫ് ബ്ലാക്ക് വിമൺ ഇൻ ദ പോം ആണ്. അപ്പോൾ കളക്റ്റീവ് എക്സ്പീരിയൻസസ് ഓഫ് ബ്ലാക്ക് വിമൺ എന്ന് പറയുമ്പോൾ വൈറ്റ്സിൻ്റെ ഡൊമസ്റ്റിക് ഹെൽപ്സ് ആയിട്ട്, അതുമാതിരി കെയർ ടേക്കേഴ്സായിട്ട്, അതുമാതിരി അവരുടെ കുട്ടികളുടെ നാനീസായിട്ട്, ഇങ്ങനെയൊക്കെ ബ്ലാക്ക് വിമൺ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട് ഐ ആം ദ ഗേൾ ഹോൾഡിങ് ദിയർ ബേബീസ്. അതായത് വൈറ്റ്സിൻ്റെ ബേബീസിനെ ഹോൾഡ് ചെയ്യുക, അവരുടെ മീൽസ് കുക്ക് ചെയ്യുക, അവരുടെ യാർഡ്സ് സ്വീപ്പ് ചെയ്യുക, അവരുടെ ക്ലോത്ത്സ് വാഷ് ചെയ്യുക. അങ്ങനെ പല രീതിക്കും ഈ വൈറ്റ്സിൻ്റെ ഒരു ഹെൽപ്പേഴ്സായിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് ബ്ലാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്സിൻ്റെ കളക്റ്റീവ് എക്സ്പീരിയൻസസിൽ അതൊക്കെയാണ് പറയുന്നത്. സോ അവർ ഈ ഗേൾ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഹെൽപ്പായിട്ടും അവരുടെ ബേബീസിനെ ഹോൾഡ് ചെയ്യാനും അവരുടെ ഭക്ഷണം പാകം ചെയ്യാനും അതുമാതിരി അവരുടെ യാർഡ്സൊക്കെ അടിച്ചു വാരാനും ക്ലോത്ത്സ് വാഷ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇങ്ങനെ ഒരു മെയ്ഡ് അല്ലെങ്കിൽ ഒരു സെർവൻ്റ് ആയിട്ടാണ് ബ്ലാക്സിൻ്റെ കളക്റ്റീവ് എക്സ്പീരിയൻസസ് ഈ ഒരു പോമിൽ പറയണത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി ഇമേജ് ഓഫ് ട്വിൻ ഫ്ലവേഴ്സ് ഇൻ ദ ക്ലോസിംഗ് ലൈൻ സിഗ്നിഫൈ? അപ്പോൾ ട്വിൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ജസ്റ്റിസും ഹോപ്പും ആണ്. അപ്പോൾ ജസ്റ്റിസ് ഇല്ലാതെ ഹോപ്പും ഉണ്ടാവില്ല, ഹോപ്പ് ഇല്ലാതെ ജസ്റ്റിസും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ ഹോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹോപ്പ് ക്യാൻ ബ്രിങ് ജസ്റ്റിസ് ആൻഡ് ജസ്റ്റിസ് ക്യാൻ ബ്രിങ് ഹോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്ററി ആണ്, ഒന്നുണ്ടെങ്കിലേ മറ്റേത് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്കറിയാം ബ്ലാക്ക് വുമൺ എന്ന് പറയുമ്പോൾ രണ്ട് രീതിക്ക് അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് അവർ ബ്ലാക്ക് ആയതുകൊണ്ടും ഒന്ന് അവർ വുമൺ ആയതുകൊണ്ടും. ഓക്കെ, പിന്നെ അവർക്കൊരു ജസ്റ്റിസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ഒരു ഹോപ്പ് ഉണ്ടായിരിക്കണം, ദാറ്റ് അവർക്ക് ഫൈറ്റ് ചെയ്തിട്ട് അവർക്ക് ജസ്റ്റിസ് കിട്ടും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരിക്കണം. സോ ഒരു കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ് അവിടെ പറയുന്നത്. സോ ട്വിൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസിനെയും ഹോപ്പിനെയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഈസ് റിമെമ്പർ മീ എ ഫെമിനിസ്റ്റ് പോയം? ജസ്റ്റിഫൈ. റിമെമ്പർ മീ ഒരു ഫെമിനിസ്റ്റ് പോം ആണോ? ഓഫ് കോഴ്സ് റിമെമ്പർ മീ എന്താണ്? ഒരു ഫെമിനിസ്റ്റ് പോമാണ്. കാരണം ഇതിലെന്താണ്, ഒരു ബ്ലാക്ക് വുമൻ്റെ എക്സ്പീരിയൻസസും അവർക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിനെ പറ്റിയിട്ടുമാണ് ഈ ഒരു പോമിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടും ഇത് എന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് പോമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതിൽ പോയിട്ട് പറയുന്നുണ്ട്, ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ ഹൂസ് ഷൂസ് ആർ തിൻ വിത്ത് ദ റോട്ടഡ് ടീത്ത് വൂണ്ടഡ് ഐ ആൻഡ് ദ മെൽറ്റഡ് ഇയർ. സോ ബ്ലാക്ക് വുമൻ്റെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഐ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വുമണിനല്ല, എല്ലാ ബ്ലാക്ക് വിമണിനെയാണ് ഇവിടെ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൽ പറയാം ബ്ലാക്ക് വിമൺ രണ്ട് രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവർ ബ്ലാക്ക് ആയതുകൊണ്ട് അവർ വുമൺ ആയതുകൊണ്ടും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പറയാം. പിന്നെ അവർ ഒരു വൈറ്റ്സിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അവരൊരു സെർവൻറ്റിനെ മാതിരിയാണ്. ഓക്കെ, അവരുടെ ബേബീസിനെ നോക്കാനും അവരുടെ ഹൗസ് ഹോൾഡ് കോഴ്സ് ചെയ്യാനും ക്ലോത്ത്സ് വാഷ് ചെയ്യാനും യാർഡ് സ്വീപ്പ് ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു സെർവൻ്റ് ആയിട്ടാണ് ബ്ലാക്സിനെ അവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ എതിരെയുള്ള ഒരു ഫൈറ്റായിട്ട്, അതായത് ജസ്റ്റിസ് ഉണ്ടെങ്കിൽ ഹോപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റിസും ഉണ്ടാവും. സോ ലെറ്റസ് ബിഗിൻ ദ ഫൈറ്റ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ ബ്ലാക്സ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു പോം അവസാനിക്കുന്നത്. സോ ബ്ലാക്ക് വുമൺ എന്ത് ചെയ്യണം? അവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഈ ഒരു പോം അവസാനിക്കുന്നത്. സോ ഓഫ് കോഴ്സ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ ഫെമിനിസ്റ്റ് പോം. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു പോമിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു പോമായിട്ട് നമുക്ക് വൈകാതെ തന്നെ വരാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കാൻ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.